ഇന്ന് രാവിലെ തന്നെ ഒരു കേക്ക് ചെയ്യാനാണ് ഉണ്ടായത്. അപ്പോൾ കേക്കൊക്കെ ബേക്കായ ശേഷം ഞാൻ മക്കൾക്കുള്ള സ്കൂളിലേക്കുള്ള ലഞ്ച് പ്രിപ്പയർ ചെയ്യാൻ പോയി. ഇതൊരു വെജിറ്റബിൾ കുറുമയാണ്. വെജിറ്റബിൾ വേവുന്ന സമയം കൊണ്ട് തന്നെ ഞാൻ നേരെ ഫ്രോസ്റ്റിങ്ങിലേക്ക് പോയി. ഇതൊരു സിമ്പിൾ വാനില കേക്കാണ്. എൻ്റെ സിസ്റ്ററിൻ്റെ കോളേജിലേക്കാണ് ഈ കേക്ക്. അവളെ ഫ്രണ്ട്സൊക്കെ എൻ്റെ അടുത്ത് നിന്നാണ് കേക്കൊക്കെ ഓർഡർ ആക്കാറുള്ളത്. അപ്പോൾ വാനില കേക്കിന് ഇങ്ങനെ ഫില്ലിങ്ങിൽ ഞാനിങ്ങനെ മിൽക്ക് മെയ്ഡ് കൊടുക്കാറുണ്ട്, പിന്നെ ചോക്കോ ചിപ്സും. അങ്ങനെ ഓരോ ലെയറും ഇതേപോലെ ആക്കി കൊടുത്ത് ക്രം കോട്ട് കംപ്ലീറ്റ് ചെയ്ത് ഞാൻ പിന്നെ ഇത് നേരെ ഫ്രീസറിൽ വെക്കും. സാധാരണ ഞാൻ 2 പ്രാവശ്യം ക്രം കോട്ട് ചെയ്യാറുണ്ട്. അങ്ങനെ ആദ്യത്തെ ക്രം കോട്ടൊക്കെ ചെയ്ത് ഞാൻ നേരെ ഫ്രീസറിൽ വെക്കും. ഇനി കറീൻ്റെ ബാക്കി സ്റ്റെപ്പാണ്. ഒരു മിക്സിൻ്റെ ജാറിലേക്ക് കാഷ്യൂനട്ട്, പച്ചമുളക്, തേങ്ങ, വെളുത്തുള്ളി, ഇഞ്ചി, കുറച്ച് വെള്ളം കൂടെ ചേർത്ത് അരച്ചെടുത്തിട്ട് വേവിച്ച പച്ചക്കറിയിലേക്ക് ആഡ് ചെയ്ത് എന്നിട്ട് ഒന്ന് കുറുക്കിയെടുക്കുക. കറി റെഡിയായി. ഇതിൽ ഞാൻ നേരത്തെ വേവിച്ച വെള്ളക്കടലയും ആഡ് ചെയ്തിട്ടുണ്ട്. കറി റെഡിയാകുന്ന സമയം കൊണ്ട് തന്നെ ഉമ്മ ദോശയും ചുട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ടിഫിനും റെഡിയായി. ഇത് പിന്നെ ഞാനിങ്ങനെ ട്രിം ചെയ്തെടുക്കും. അങ്ങനെ ഒന്നുകൂടെ ഞാൻ ക്രം കോട്ട് ചെയ്തിട്ട് ഒന്നുകൂടെ ഞാൻ ഫ്രീസറിൽ വെക്കും. അങ്ങനെ ഫൈനൽ ഫ്രോസ്റ്റിങ്ങും ഇവിടെ ഇതൊരു സിമ്പിൾ കേക്കായതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ സ്ക്രാപ്പർ വെച്ചിട്ട് ഇങ്ങനെ ഡിസൈനും കൂടെ ആക്കി കൊടുത്ത്. ഇനിയുള്ള ടാസ്ക് എന്ന് പറയുന്നത് റൈറ്റിംഗ് ആണ്. ചിലപ്പോൾ ശരിയാവും, ചിലപ്പോൾ ശരിയായില്ല, അതാണ് അവസ്ഥ. പക്ഷേ ഇന്നെന്തോ അൽഹംദുലില്ലാ തിരക്കേടില്ലാണ്ട് നല്ല രീതിയിലൊക്കെ എഴുതാൻ പറ്റി. പിന്നെ ഞാനിങ്ങനെ കുഞ്ഞു കുഞ്ഞു ഹാർട്ടും കൂടെ വരച്ചു കൊടുത്ത് പിന്നെ കുറച്ച് ഷുഗർ ബോൾസും കൂടി ഇട്ട് അങ്ങനെ ഫ്രോസ്റ്റിങ് ഇവിടെ കംപ്ലീറ്റ് ആക്കി. ഇനിയുള്ളത് പാക്കിംഗ് ആണ്. 9 മണിയാകുമ്പോഴത്തേക്ക് അനിയത്തി കോളേജിൽ പോകുമ്പോൾ കേക്ക് കൊണ്ടുപോകണം. അപ്പോൾ നല്ല രീതിയിൽ സെക്യൂറായിട്ട് ടാപ്പൊക്കെ ഒട്ടിച്ച് നൈഫും എൻ്റെ ലോഗോവും എല്ലാം വെച്ചിട്ട് നല്ല രീതിയിൽ പാക്ക് ചെയ്ത് കുറച്ച് സമയം കൂടി ഞാൻ ഫ്രിഡ്ജിൽ വെച്ച്. അവൾ പോകാൻ ഇനിയും സമയമുണ്ട്. ഇനി ബാക്കി വന്ന ക്രീം നേരെ തിരിച്ച് ഫ്രീസറിലേക്ക് ആക്കുന്ന പരിപാടിയാണ്. അപ്പോൾ ഇങ്ങനെ ഞാൻ ടൈറ്റായിട്ട് ടാപ്പ് ചെയ്താണ് ഞാൻ വെക്കുന്നത്. ഇനി പിന്നെ ഒന്നുമില്ല, ക്ലീനിങ്. അങ്ങനെ അതും കഴിഞ്ഞ് ഒരു 9 മണിയായപ്പോൾ കേക്ക് കൊണ്ട് അനിയത്തി കോളേജിലേക്കും പോയി.